വിശദമായ വാർത്തയിലേക്ക്. ദിലീപിനെതിരായ വധഗൂഢാലോചന കേസ് സിബിഐക്ക് വിടുന്നതിനെ എതിർത്ത് സർക്കാർ അന്വേഷണം നേരായ രീതിയിലാണ് നടക്കുന്നതെന്നും മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം കൈമാറേണ്ട കാര്യമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. അന്വേഷണം തുറന്ന മനസ്സോടെയാണ്, ആർക്കും പരാതിയില്ലെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, നിന്നൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ നടന്നത്? അശ്വതി, വധശ്രമ ഗൂഢാലോചന കേസിന്റെ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദിലീപ് കോടതിയെ സമീപിച്ചിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം തന്നെ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു വിശദാംശങ്ങൾ ചോദിക്കുകയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ നിലവിലെ വസ്തുതകൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കേസിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇത് സിബിഐക്ക് വിടുന്നത് സംബന്ധിച്ചുള്ള സർക്കാർ നിലപാട് അറിയിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ സർക്കാർ തങ്ങളുടെ ഇത് സംബന്ധിച്ചുള്ള നിലപാട് അറിയിക്കുകയായിരുന്നു. സിബിഐക്ക് വിടുന്നതിനെ സർക്കാർ എതിർക്കുകയാണ്. അന്വേഷണം നിലവിൽ നേരായ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഈ ഘട്ടത്തിൽ മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം കൈമാറേണ്ട കാര്യവുമില്ലെന്നും സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചു. അന്വേഷണം തുറന്ന മനസ്സോടെയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംബന്ധിയായി ആർക്കും തന്നെ ഇതുവരെയും ഒരു പരാതിയുമില്ലെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഈ കേസിലെ പ്രതി തന്നെയാണ് അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും പോലീസിനെതിരെയുള്ള ഗൂഢാലോചനയല്ലേ അന്വേഷിക്കുന്നതെന്നും കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു. ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് കേസ് കൈമാറുന്നതിന് പ്രോസിക്യൂഷന് എതിർപ്പുണ്ടോ എന്നതടക്കം കോടതി നേരത്തെ ആരാഞ്ഞിരുന്നു. എന്തായാലും ഈ കേസിന്റെ തുടർച്ചയായി ഈ കേസ് പരിഗണിക്കുന്ന വേളയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കോടതി ഇത് സംബന്ധിച്ച് തിരക്കിയത്. അതോടൊപ്പം തന്നെ പ്രധാനമായും തന്നെ ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ ദിലീപ് ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ മായ്ച്ചു എന്നതായിട്ട് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയുണ്ടായി. ഐഫോണിലെ 12ഓളം ചാറ്റുകൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 7 ഫോണുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ 6 ഫോണുകൾ മാത്രമാണ് കൈമാറിയതെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. അതോടൊപ്പം മറ്റൊന്ന് ദിലീപുമായി ബാലചന്ദ്രകുമാറിന് നേരത്തെ തന്നെയും സൗഹൃദമുണ്ടായിരുന്നു. ഈ കേസിലെ നിർണായക സാക്ഷിയാണ് ബാലചന്ദ്രകുമാർ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. അതോടൊപ്പം കോടതി തിരിച്ച് ചോദിച്ച കാര്യങ്ങളിൽ പ്രധാനമായിട്ടും തന്നെ തെളിവുകൾ കയ്യിലുണ്ടായിട്ടും ബാലചന്ദ്രകുമാർ എന്തുകൊണ്ട് യഥാസമയം ഇത് കൈമാറിയില്ല എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ബാലചന്ദ്രകുമാറിന് മറ്റു താല്പര്യങ്ങൾ ഇല്ല എന്ന ഉറപ്പാണോ എന്നും ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ കോടതി ചോദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി ഇപ്പോഴും ഈ കേസിന്റെ തുടർ നടപടികൾ ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്.